2013 മഹേശ്വരി കൊല്ലം പറവൂർ സ്വദേശി രാജേഷിനെ വിവാഹം ചെയ്തത്. വിവാഹത്തിന് മുമ്പ് സ്ത്രീധനമായി രാജേഷിന് 7 ലക്ഷം രൂപ നൽകിയിരുന്നു. വിവാഹത്തിന് ശേഷവും ഭർത്തൃവീട്ടുകാർ കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചുവെന്നാണ് മഹേശ്വരിയുടെ പരാതി. ഞാൻ ബെഡിൽ കിടക്കുകയായിരുന്നു. എന്നെ പിടിച്ച് വലിച്ച് താഴെയിട്ട് അങ്ങനെ എൻ്റെ സ്റ്റിച്ചെല്ലാം പൊട്ടി രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്ത് 28-ാം തീയതി. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. എൻ്റെ മൊഴിയും അമ്മയുടെ മൊഴിയും പോലീസ് കണക്കിലെടുത്തില്ല. എൻ്റെ അനിയത്തി കൊടുത്ത മൊഴിയിലാണെങ്കിൽ അത് പകുതിയും ഇല്ലാത്ത മൊഴികൾ എല്ലാം പറഞ്ഞതെല്ലാം അവർ എഴുതി വെച്ചതുമില്ല. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ അവിടുന്ന് ജാമ്യം കിട്ടി. സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹൃദയസംബന്ധമായ അസുഖമുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ ഗർഭഛിദ്രത്തിന് രാജേഷ് നിർബന്ധിച്ചതായും മഹേശ്വരി പറയുന്നു. 13 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ആശുപത്രിയിൽ കഴിയുന്ന മഹേശ്വരിയെയും കുടുംബത്തെയും ആശുപത്രിയിലെത്തിയും രാജേഷ് മർദ്ദിച്ചു. നമ്മൾ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ മോളെ നല്ല രീതിയിൽ നോക്കണമെന്ന് മാത്രമേ ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൂ. കെട്ടിയ നാൾ പോലും ഇങ്ങോട്ട് പറയുന്നത് നിനക്ക് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഡൈവേഴ്സ് ചെയ്യരുത്, ഡൈവേഴ്സ് അബോർഷന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഈ പെങ്ങളുടെയും തള്ളയുടെയും ചെറുക്കൻ്റെ അളിയൻ്റെയും വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഇതേ ഉള്ളൂ. മർദ്ദനത്തിൽ നട്ടലിന് പരിക്കേറ്റ മഹേശ്വരിക്ക് ഇപ്പോൾ പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. സംഭവത്തെക്കുറിച്ച് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ 1 കൊച്ചി.